എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷറി നൈറ്റ് മാർക്കറ്റ്, ഏഷ്യാറ്റിക് ദ റിവർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി. അന്നേരം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സൈഡിലാണ് നമ്മുടെ എൻട്രൻസ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന്, ആ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ. ഇതൊരു മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഇതുള്ളത്. അപ്പം ഇത് ഈ ഒരു തായ്ലൻഡിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് നൈറ്റ് മാർക്കറ്റാണ്. ബിഗ്ഗസ്റ്റ് നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്രയും ഭയങ്കര വലിയൊരു നൈറ്റ് മാർക്കറ്റാണ്. അതും ചൗപ്രായ റിവർ എന്ന് പറയുന്ന ചൗപ്രായ എന്ന് പറയുന്ന ഒരു പുഴയുടെ സൈഡിലാണിത്. അപ്പം ഭയങ്കര അമേസിങ് ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഏഷ്യാറ്റിക് ദ റിവർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ. ഞാൻ എന്നിട്ട് ഇവിടുന്ന് നടന്ന് വീണ്ടും ആ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടന്ന് പിന്നെ എന്താ പറയുക, ഭയങ്കര ആളാണ്. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര ആളായി. ഇത് എന്താ പറയുക, 11 മണി തൊട്ട് രാത്രി 11 മണി വരെ ഉണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങും ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മളുടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ഈ നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ അവിടെ ആ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിലുള്ള വ്യൂസാണ്. അപ്പോൾ കണ്ടോ, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈലിലൊക്കെ കണ്ടേക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ സൈഡിൽ അവിടെ കണ്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് പോകാം. ഇവിടെ എന്താ പറയുക, കുറേ 7 വണ്ടേഴ്സ്, ഇതെന്തൊക്കെയാണ്. ആക്ച്വലി ഇതൊരു കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഇത് പണ്ടത്തെ ഒരു വെയർ ഹൗസാണ്. ഈ റിവർ സൈഡിൽ ഇതൊരു വെയർ ഹൗസ് ആയിരുന്നു. ആ വെയർ ഹൗസ് പിന്നെ അത് ഓൾട്ടർ ചെയ്ത് ഈസ്റ്റേൺ ഏഷ്യാറ്റിക് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈസ്റ്റേൺ അല്ല, ഈസ്റ്റ് ഏഷ്യാറ്റിക് കമ്പനി. അപ്പം അവരുടെ ഒരു വെയർ ഹൗസ് ആയിരുന്നു. അപ്പോൾ അതൊരു പോർട്ടാണ്, അവിടെയുള്ളൊരു വെയർ ഹൗസ്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടെ ഭയങ്കര കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഒരു ജെയിൻറ്റ് വീലുണ്ട്, പിന്നെന്താ ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം ഞാൻ ആ പാർക്കിംഗ് സ്പേസിൽ രണ്ട് കുരുവികളുടെ ഒരുമിച്ചിരിക്കുന്ന ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഭയങ്കര ഹെഡേക്ക്. അപ്പം അവിടെ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ജസ്റ്റ് കയറി ഒരു ഐസ്ക്രീം കഴിച്ചു. അതിന് ശേഷം കണ്ടോ, അവിടെ തായ് മസാജ് ഉണ്ട്. മസാജിന് ഇത്തവണ കയറിയില്ല, ജസ്റ്റ് അതിലിങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. തായ് മസാജ് ഉണ്ട്, കുറേ ടൈപ്പ് ഓഫ് മസാജുകളുണ്ട്. ഫുട്ട് മസാജ് ഉണ്ട്, ഹെഡ് ബാക്ക് മസാജ് ഉണ്ട്, ഷോൾഡർ മസാജ്, ഓയിൽ മസാജ്, തായ് മസാജ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാജുകളുണ്ട്. പിന്നെ അവിടെ ഒത്തിരി ഡ്രസ്സുകൾ, വെറൈറ്റി ഓഫ് ഡ്രസ്സുകൾ, ഓരോരോ നാട്ടിൽ നിന്നുള്ളത്. ജാപ്പനീസ് ഉണ്ട്, കൊറിയ, ജാപ്പനീസ്, ഇന്ത്യൻ എന്ന് വേണ്ട ഒരുവിധമുള്ള സകലമാന ടൈപ്പ് ഓഫ് ഡ്രസ്സുകളും ഉണ്ട്. തായും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറേ എന്താ പറയുക, ജ്വല്ലറീസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് പ്ലസ് ഫുഡ്. ഇത് ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ് ഇവിടെ ഉള്ളത്. ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ എന്നല്ല, റെസ്റ്റോറൻറ്റ് കളക്ഷനാണ് ഇവിടെ ഉള്ളത്.
ഒത്തിരി ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. ഏത് റേറ്റിൽ വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാം. അതായത് സ്ട്രീറ്റ് ഫുഡ് വേണമെങ്കിൽ സ്ട്രീറ്റ് ഫുഡ്, അല്ലാതെ ഭയങ്കര എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. എനിക്ക് എറൗണ്ട് 300 സംതിങ് റെസ്റ്റോറൻറ്റ്സ് കൂട്ടിയിണക്കിയിട്ടുള്ള ഇതാണ് ഇത്. ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ജെയിൻ വീൽ ഉണ്ട്. അതിൻ്റെ പേര് പറയുന്നത് തന്നെ ഏഷ്യാറ്റിക് സ്കൈ ഫെറിസ് വീൽ എന്നാണ് പറയുന്നത്. അതിന് 60 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ആ വീലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ റിവർ സൈഡിൽ ഭയങ്കര അടിപൊളി സീനറീസാണ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മിസ്റ്ററി മാൻഷൻ എന്ന് പറയും. മിസ്റ്ററി മാൻഷനും ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ ഷോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. മിസ്റ്ററി മാൻഷൻ എന്ന് പറഞ്ഞ് അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ടൈപ്പ് ഓഫ് ഷോപ്പുകളുണ്ട്. പാത്രങ്ങൾ, ഡ്രസ്സുകൾ എന്ന് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ സ്ട്രീറ്റ് ഫുഡുണ്ട്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സ്ട്രീറ്റ് ഫുഡ്. അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഡ്രസ്സസും. സ്ട്രീറ്റ് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, ഞാൻ കാണിച്ചു തരാം എന്നാലും. ജ്യൂസ്, അടിപൊളി ജ്യൂസുകൾ. പിന്നെ ഇവിടെ വെറൈറ്റി ഓഫ് ചായയുണ്ട്. ചായ ഇത് കണ്ടോ, ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ഇത് കണ്ടോ, കാണിച്ചു തരാം. കണ്ട, അടിപൊളിയായിട്ട് ഒത്തിരി 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 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഹോട്ട് ഡോഗ്, പിന്നെ എന്തായിരുന്നു, ഗ്രിൽഡ്, കുറേ സാധനങ്ങൾ എന്തൊക്കെയൊക്കെയോ ഗ്രിൽഡ് ഉണ്ട്. ബാർബിക്യൂ. പിന്നെ കണ്ട, മീനൊക്കെ അതേപോലെ പൊരിച്ച് വെച്ചേക്കുന്ന. നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ മീനിനെ കട്ട് ചെയ്ത്. ഇവിടെ അങ്ങനെ കട്ട് ചെയ്യുന്ന പരിപാടി വളരെ കുറവാണ്. ഇവർ ആ മീനിനെ ഒറ്റയടിക്ക് അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്ത് രസമാണെന്നറിയാം. എന്നിട്ട് മീനിനെ അങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കും. എന്നിട്ട് സെപ്പറേറ്റ് സോസ് ഉപയോഗിച്ച് കഴിക്കും. ഇവിടെ ബിയർ, ചാങ് കുറേ എണ്ണം ഇരിപ്പുണ്ട്. പിന്നെ ഇവർ കഴിക്കുന്നതെന്ന് പറയുന്നത് സാലഡ് എന്ന് പറഞ്ഞാൽ ഇവർ കുക്ക് ചെയ്യത്തില്ല. വെറും പയറൊക്കെ പച്ചയ്ക്ക് കടിച്ചങ്ങ് തിന്നും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. പിന്നെ ഈ സൈഡിലൊക്കെ, അതായത് കുറേ ബിൽഡിങ്ങുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ ഇതേപോലെ ഇങ്ങനെ കുറേ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിതിലേ നടന്നിട്ട് ഇങ്ങനെ ഇതെടുക്കാൻ ഭയങ്കര ഒരു നല്ല രസമായിട്ട് തോന്നി. നമുക്ക് എന്താ പറയുക, പീസ്ഫുള്ളായിട്ടിരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ ശരിക്കും ഒറിജിനലാണ് കേട്ടോ ഈ വെച്ചേക്കുന്നതൊക്കെ. ഇതല്ല, അതായത് നമ്മളുടെ ഇവിടുത്തെ രാജാവ്, ഇവിടുത്തെ രാമ 5 ആയിരുന്ന രാജാവാണ് ഇതൊക്കെ ആക്കിയിരുന്നത്. ഇങ്ങനത്തെ ഇതൊക്കെ ആക്കിയത്. ഇവിടെ 7 വണ്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയണ്ടേ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടുത്തെ സാധനങ്ങളുടെ പേരുകളൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. പിന്നെ എന്താ പറയണ്ടേ, കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. കുറേ ടാങ്കുകളും, പിന്നെ പണ്ടത്തെ ടാങ്കുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട്, ഒറിജിനൽ ടാങ്കൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ഷോപ്പ്, ഞാൻ ഈ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ World War I ഉണ്ടായിരുന്ന ബങ്കറുണ്ട്, ഒരു ട്രാമുണ്ട്, പിന്നെ ഒരു ഓൾഡ് സോമില്ലുണ്ട്, പിന്നെ സോമിലിൻ്റെ ക്രെയിൻ ഉണ്ട്, പിന്നെ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു പിന്നെന്താ പറയണ്ടേ വെയർ ഹൗസ്, അതൊക്കെയുണ്ട്. പിന്നെ ഇവിടുത്തെ ആ പോർട്ടുകളൊക്കെ ഹിസ്റ്റോറിക്കൽ പോർട്ടുകളാണ്. അപ്പം ഇതെന്നൊക്കെ പറയുന്നത് പിന്നെ എന്താ പറയുക, ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല, പണ്ടത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പോർട്ടുകളാണ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞു ഇവിടെ ലക്ഷറി ക്രൂസുകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈയസ്റ്റ് ക്രൂ ഉണ്ട് ഇവിടെ.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇത് കണ്ടോ, ഇത്രയും ഭയങ്കര ആൾക്കാരാണ് ഇവരൊക്കെ. ഇതൊക്കെ കാണാനും എന്താ പറയുക, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ വന്നത്. ഇത് കണ്ടോ, സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഭയങ്കര വലിയ കപ്പലുകളാണ്. അപ്പം ഈ കപ്പലിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഡൈനിങ് ആക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ലക്ഷറിയസ് ആണ്, കുറച്ച് എക്സ്പെൻസീവുമാണ്. തീരെ എക്സ്പെൻസീവ് അല്ല എന്ന് ഞാൻ പറയത്തില്ല, ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്നോ അതേപോലത്തെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ആൾക്കാരിവിടെ ക്യൂ നിൽക്കുവാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. അതുകൂടാതെ കുഞ്ഞു കുഞ്ഞു കപ്പലുകളുണ്ട്, നമുക്ക് ആ കുഞ്ഞു കപ്പലിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. കണ്ടോ, അതായത് ഓരോ കപ്പലിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ റേറ്റുകളും ഉണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാരെ ഒരുമിച്ച് കയറ്റുന്ന ഇതുണ്ട് കുറച്ച്. അപ്പോൾ അവിടെ കുറച്ച് റഷായിരിക്കും, അതുണ്ട്. അതല്ലാതെയുണ്ട്. ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് നൈറ്റ് മാർക്കറ്റും റെസ്റ്റോറൻറ്റുകളുമാണ് കേട്ടോ, നിറച്ച് റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ ഭയങ്കര തിരക്കും. ഇവിടെ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഏകദേശം 300ഓളം റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ടും തിരക്ക് കണ്ടോ, ആൾക്കാരവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞാനവിടെ നിന്ന് ഇങ്ങനെ നടന്നത് കണ്ടോ, കുറേ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടുന്ന് ഇത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും ആൾക്കാർ വന്നിട്ടും എങ്ങനെ ഇവർ ഇത്ര നന്നായി മാനേജ് ചെയ്യുന്നു എന്നാണ്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ, ഒരു വേസ്റ്റോ ഒന്നുമില്ല, നല്ല മാനേജ്മെൻറ്റാണ് ആക്ച്വലി. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശരിക്കും കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ചെറിയ അതായത് വലിയ ചിലവുകളില്ലാതെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തോരം നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നറിയോ. ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഇതിലേക്കൂടെ, അത് അപ്പുറത്തെ വഴിക്കൂടെ നടക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് ഞാൻ ഇതിലേക്കൂടെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അതായത് ഞാൻ ആ ഫ്രണ്ടിൽ കൂടെ കയറി ഇനി ആ ജെയിൻ വീൽ അവിടെ ആ സൈഡിൽ കറങ്ങുന്നുണ്ട്, അതിൻ്റെ അതിലേക്കൂടെ വേണം ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ പോവുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ എനിക്ക് പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. അപ്പം നേരത്തെ വിളിച്ച് നമുക്ക് റിസർവ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് സീറ്റ്സൊക്കെ റിസർവ് ചെയ്യാം. അപ്പം അങ്ങനെ തന്നെ നിറച്ചു ആൾക്കാരായി. ഇതുകൊണ്ട് ഭയങ്കര എന്തോരം ക്രൂസ്, എത്രത്തോളം നല്ല അടിപൊളി ഭയങ്കര ഹൈറ്റുള്ള കപ്പലുകളൊക്കെ കണ്ടോ. ഞാനിവിടെ ഒരു സൈഡിൽ ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലത്ത് കയറി നിന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രിസ്റ്റൽ ഗ്രിൽ ഹൗസ് ഉണ്ട്. ഇതിലിങ്ങനെ നടന്ന് ഞാൻ ഒത്തിരി എന്താ പറയുക, എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതിൽ ഞാൻ കാണിച്ചു തരാം. അത്രയും തിരക്കായതുകൊണ്ട് എല്ലായിടത്തോട്ടും നമുക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ മിസ്റ്ററി ഹൗസ് ഉണ്ട്. ആ മിസ്റ്ററി ഹൗസിൽ എനിക്ക് അതായത് അതിന് ഷോസ് ഉണ്ട്. അപ്പോൾ ആ ഷോ എപ്പോഴും ഇല്ല, അതിനോരോ ടൈമിംഗ് ഉണ്ട്. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല, ടൈമിങ് കുറച്ച് ഞാൻ വന്നത് മാറിപ്പോയതുകൊണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഇറ്റാലിയൻ കൺസെപ്റ്റാണ്. ഇറ്റാലിയൻ കൺസെപ്റ്റ് അതേപോലെ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. ഭയങ്കര അടിപൊളിയാണ് ശരിക്കും. ഇതൊരു എന്താ പറയുക, കുറച്ച് പേടിപ്പിക്കുന്നതുമാണ്. പക്ഷെ എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു, എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ആക്ച്വലി ഇത് ബാങ്കോക്കിലാണ്. അപ്പം ഞാൻ ഒത്തിരി ലേറ്റായാൽ എനിക്ക് തിരിച്ച് വരാൻ ഉള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ അതിനു പകരം മറ്റേ ക്യാബറെ കണ്ടിരുന്നു. ടൈമിങ് അതായിരുന്നു ഏകദേശം കറക്റ്റായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ക്യാബറെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് മിസ്റ്ററി ഹൗസ്. മിസ്റ്ററി ഹൗസിന് ടിക്കറ്റ്സ് അവിടെ എടുക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എനിക്ക് അതിന് ടൈമിങ് കറക്റ്റ് ആവാത്തത് കൊണ്ട്, എൻ്റെ സമയമായിട്ട് മാച്ച് ആവാത്തത് കൊണ്ട് ഞാനപ്പോൾ അതിന് കയറുന്നില്ല. പക്ഷേ അതിൻ്റെ പുറത്തൂടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ആ പേടിപ്പിക്കുന്ന ഷോയാണിത്. ഇതാണ് മിസ്റ്ററി മാൻഷൻ എന്ന് പറയുന്നത്.
എനിക്ക് പിന്നെ അവിടുന്ന് നടന്ന് ഇത് കണ്ടോ, മുമ്പേ കണ്ടതിനെ അപേക്ഷിച്ച് അതിനേക്കാളും കുറച്ചുകൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏത് റേറ്റിലുള്ള ഭക്ഷണവും ഡ്രസ്സും അതേപോലെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഏത് റേറ്റിലും ഏത് ക്വാളിറ്റിയിലും വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏത് ഫെസിലിറ്റി നമുക്ക് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. അപ്പം മുമ്പേ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടത് സ്ട്രീറ്റ് ഫുഡും പിന്നെ കുറച്ച് ഇങ്ങനെ അതേപോലെ വിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് പിന്നെ എന്താ പറയണ്ടേ, കുറേ ഇതൊക്കെയുണ്ട്, ഭയങ്കര അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് അതേ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ ഏതൊക്കെയാണെന്ന് ഞാനിങ്ങനെ കാണിച്ചു തരാം. അവിടെ അവരിങ്ങനെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മെനു നോക്കിയിട്ട് വേണമെന്ന് പോയി ചൂസ് ചെയ്താൽ മതി. അതായത് ഏത് എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലും മിക്കപ്പോഴും മെനു വെച്ചിട്ടുണ്ടാവും. നമ്മളവിടെ പോവുക, ആ മെനു നമുക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടോ എന്ന് നോക്കുക, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറാം. അങ്ങനെയാണ് അതിവിടെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളിലുണ്ട്. അതായത് മോളുകളിലൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റുകളിലുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറുക. ഇവിടെ ഇങ്ങനെ വെൽക്കം എന്ന് പല ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജും എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എങ്കിലും കണ്ടോ ഒത്തിരി ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയില്ലേ, ഒരു എന്താ പറയുക, ഇതിങ്ങനെ ഒരു കാണാൻ ഭയങ്കര ഭംഗിയില്ലേ. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിലെ ഒന്നും കൂടി ഇങ്ങനെ നടന്ന് വീഡിയോസൊക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത് വെയർ ഹൗസ്. അവരെത്ര അടിപൊളിയായിട്ട് അത് വെച്ചേക്കുന്നതെന്ന് കണ്ടോ. ആ വെയർ ഹൗസൊക്കെ ഇതൊക്കെ 100 വർഷം പഴക്കമുള്ളതാണെന്ന് ആലോചിക്കണം. ഇതിങ്ങനെ ആക്കിയെടുത്തത് തന്നെ തായ്ലൻഡിലെ ഒരു രാജാവാണ്, രാമ 5. അപ്പം അദ്ദേഹമാണ് ഇത് ഏകദേശം ഇതിങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. ഇത് പണ്ടത്തെ പിന്നെ പോർട്ടിലുള്ള വെയർ ഹൗസായിരുന്നു. കണ്ടോ, ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് തിരിച്ച് നടന്ന് വീണ്ടും ഞാൻ അവിടെ എത്തി. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ജംഗ്ഷനുകളാണ്. ആ ജംഗ്ഷനിലെത്തി ഇനി എങ്ങോട്ട് പോകണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. സൈനിങ് ഓഫ്, റോഷ്നി ഫ്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോ. ബൈ.